കന്യാദാനം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഖരന്റെ ഡ്രസ്സ് അനുപമ കഴുകിക്കൊടുത്തതിന് പകരം വീട്ടി സുശീല ശേഖരനെ കൊണ്ട് ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഡ്രസ്സുകൾ കഴുകാൻ പറയുന്നു. അവിടെയും അനുപമ സുശീലയെ നാണം കെടുത്തി. അനുപമയുടെയും കുഞ്ഞിന്റെയും ഇന്ദ്രന്റെയും ഡ്രസ്സുകൾ അനുപമ തന്നെ കഴുകിക്കോളാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോകുന്നു. ബാക്കി ഡ്രസ്സുകളെല്ലാം ശേഖരനെ കൊണ്ട് സുശീല കഴുകിക്കുന്നു. അനുപമ ശേഖരന് വേണ്ടി സുശീലയോട് എന്തു ചോദിച്ചാലും ശേഖരൻ അനുപമയോട് മോളൊന്നും പറയേണ്ട എന്ന് പറയും. അതുകൊണ്ട് അനുപമ തീരുമാനിക്കുന്നു ഇനി ശേഖരന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന്. ശേഖരൻ ഡ്രസ്സൊക്കെ കഴുകി വിരിക്കുന്നത് കണ്ടുവരുന്ന സത്യനും ശ്യാമും. സത്യൻ പറയുന്നു അയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ അമ്മ ചെയ്യിച്ചാൽ നാട്ടുകാർ കാണില്ലേ എന്ന്. സത്യന് നാട്ടുകാർ കാണുന്നതിനാണ് വിഷമം, അല്ലാതെ രോഗിയായ അച്ഛനെ കൊണ്ട് അമ്മ ജോലി ചെയ്യിക്കുന്നതിനല്ല. ന്യായത്തിന്റെ കൂടെ നിന്നിരുന്ന സത്യവാനായ സത്യനും ഇന്ദ്രനെ പോലെ സുശീലയുടെ അടിമയായി മാറി. ശേഖരൻ ഡ്രസ്സുകൾ കഴുകി വിരിക്കുന്നതിനിടയിൽ ഒരു ഡ്രസ്സ് താഴെ വീഴുന്നു. അതെടുത്ത് വീണ്ടും വിരിക്കാൻ നോക്കുമ്പോൾ ഹലോ, അതെടുത്ത് കൊണ്ടുപോയി വീണ്ടും കഴുകാൻ പറയുന്നു സുശീല. സുശീല ശേഖരനോട് ചെയ്യുന്ന ക്രൂരതകൾ കൂടിപ്പോകുന്നതായി പ്രേക്ഷകർക്ക് തോന്നുന്നു. കഴുകിയ വസ്ത്രങ്ങൾ ശേഖരനെ കൊണ്ട് അയൺ ചെയ്യിക്കുന്നു സുശീല. രാത്രിയിൽ ശേഖരൻ ഡ്രസ്സുകൾ അയൺ ചെയ്യുന്നത് കണ്ടുവരുന്നു ഇന്ദ്രൻ. എന്നിട്ടെന്താ, അത് നോക്കിക്കണ്ടു അകത്തേക്ക് കയറിപ്പോകുന്നു. അനുപമയോട് കുറച്ച് വിഷമമുള്ളതുപോലെ കാണിക്കുന്നു. എന്താണ് വിഷമമെന്ന് അനുപമ ഇന്ദ്രനോട് ചോദിക്കുന്നു. അയാളെ കൊണ്ടമ്മ ഡ്രസ്സൊക്കെ അയൺ ചെയ്യിക്കുന്നു എന്ന് ഇന്ദ്രൻ പറയുന്നു. ഇവിടെയുള്ള എല്ലാ ഡ്രസ്സുകളും അച്ഛനെ കൊണ്ടാണ് കഴിയിച്ചതെന്നും അനുപമ പറയുന്നു. ഞാനിനി അച്ഛൻ്റെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല, അതാണ് നല്ലതെന്ന് ഇന്ദ്രൻ പറയുന്നു. നല്ല മോൻ, ഇതുപോലെ തന്നെ വേണം മക്കളായാൽ. ഇത്രയധികം ജോലി ചെയ്യുന്ന ഒരാൾക്ക് 3 നേരം ഭക്ഷണമെങ്കിലും കൊടുക്കാൻ ഇന്ദ്രേട്ടൻ പറയണമെന്ന് അനുപമ പറയുന്നു. അങ്ങനെ 3 നേരം ശേഖരന് ഭക്ഷണം കൊടുക്കാൻ പറയാമെന്നുള്ള ഉറപ്പ് അനുപമയ്ക്ക് ഇന്ദ്രൻ കൊടുക്കുന്നു. അത്രയെങ്കിലും ചെയ്തല്ലോ. പെൺമക്കളെ സ്വന്തം വീട്ടിൽ നിന്നും ദാസാറിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയ വിനയൻ അവരെ ഉപേക്ഷിച്ചതാണെന്ന് മനസ്സിലാക്കി അനന്തൻ മാഷ് അനുപമയുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. അമ്പിളി ചീരുവിന്റെ കുട്ടികളെ വിനയൻ കൊണ്ടുവന്നതിൽ ഇഷ്ടക്കേട് കാണിക്കുന്നു. അതിനെക്കുറിച്ച് രഘുവിനോട് പറയുന്നത് അനന്തൻ മാഷ് കേൾക്കുന്നു. പിറ്റേന്ന് ആരോടും പറയാതെ അനന്തൻ മാഷ് കുട്ടികളെ അവിടെ നിന്നും അനുപമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അനുപമയുടെ വീട്ടിൽ ഭാനുവമ്മ ഉള്ളതുകൊണ്ട് തൽക്കാലം ചീരുവിന്റെ കുട്ടികളെ അനന്തൻ മാഷ് അവിടെ നിർത്തുന്നു. പെൺമക്കളെ അനന്തൻ മാഷ് ഏറ്റെടുത്തതിൽ സന്തോഷിക്കുന്നു വിനയൻ. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ തന്നെയെന്ന് അവൻ അവന്റെ അമ്മയോടും അമ്മാവനോടും പറയുന്നു. ഇനി അവന് വിജയ് മോൻ മാത്രം മതി എന്നും പറയുന്നു. സുശീലയുടെ വീട്ടിൽ CCTV വെക്കാനായി വിനയൻ വരുന്നു. സുശീലയുടെ വീട്ടിൽ CCTV ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ സുശീല കഞ്ഞിയിൽ വിഷം കലർത്തിയത് കണ്ടതും ജയിലിൽ കിടന്നതും. ഇനിയും CCTV വെക്കണോ? സീരിയൽ തുടങ്ങിയിട്ട് കാലം കുറേയായല്ലോ. കഥാകൃത്തെല്ലാം മറന്നുപോയി കാണും, പക്ഷേ കാണുന്ന പ്രേക്ഷകർ മറക്കില്ല. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.